ലിബിയയിൽ ഇന്ത്യൻ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയി. ഗുജറാത്ത് സ്വദേശികളെ തടവിലാക്കിയ സംഘം 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. പോർച്ചുഗലിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആയുധധാരികളായ സംഘം ഇവരെ കടത്തിക്കൊണ്ടുപോയത്. അപർണ കാർത്തിക വിവരങ്ങളുമായി. അപർണ, ലിബിയയിൽ എപ്പോഴാണ് ഈ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയത്? ഈ തട്ടിക്കൊണ്ടുപോയവർ ആരാണ്? എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താണ് ഈ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം? സ്മൃതി, 2 ദിവസം മുൻപാണ് കുടുംബവുമായി തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുള്ള ആളുകൾ ബന്ധപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അവർ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിനും എംബസിക്കുമെല്ലാം പരാതിയായി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വിവരം തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറംലോകം അറിയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടൽ ഉറപ്പ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ഏതു തരത്തിലുള്ള സംഘമാണ് എന്നത് സംബന്ധിച്ചൊന്നും സ്ഥിരീകരിച്ച വിവരമില്ല. ഗുജറാത്ത് സ്വദേശികളാണ് 3 പേര്, അതായത് അച്ഛനും അമ്മയും കുഞ്ഞും 3 വയസ്സുള്ള കുട്ടിയാണുള്ളത്. ഗുജറാത്ത് സ്വദേശിയായ കിസ്മത് സിംഗ് ചാവ്ഡ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര ബെൻ, 3 വയസ്സുള്ള കുട്ടി, ഈ 3 പേരെയുമാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. പക്ഷേ 3 പേരും ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരോടൊപ്പം തന്നെ വേറെയും ചില നാടുകളിൽ നിന്നുള്ള ആളുകളെയും സംഘം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നും ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ എംബസികളിൽ പരാതി വന്നാൽ മാത്രമേ ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഇവർ പോർച്ചുഗീസിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ലിബിയയിൽ വെച്ച് തന്നെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെവിടെയാണ് പാർപ്പിച്ചിട്ടുള്ളതെന്നോ എന്താണ് ആവശ്യമെന്നോ പറഞ്ഞിട്ടില്ല. 2 കോടി രൂപ നൽകുകയാണെങ്കിൽ, ഇന്ത്യൻ രൂപ 2 കോടി രൂപ നൽകുകയാണെങ്കിൽ മാത്രമേ ഇവരെ വിട്ടുകൊടുക്കുകയുള്ളൂ. ഈ കാര്യത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യം സർക്കാർ തലത്തിൽ ആലോചിച്ച് എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്നുള്ള വിവരവും ഈ തട്ടിക്കൊണ്ടുപോയതായി പറയുന്ന ആളുകൾ അറിയിച്ചിട്ടുണ്ട് എന്നും കുടുംബം പറയുന്നുണ്ട്. എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, ഇന്ത്യൻ കുടുംബത്തെ ലിബിയയിൽ തടവിലാക്കിയിരിക്കുകയാണ്. മോചനദ്രവ്യം ആവശ്യപ്പെടുകയാണ്.